മനുഷ്യൻ നിവർന്നു നിൽക്കുന്നത് തന്നെ ഭാഷയിലാണല്ലോ എന്ന തപോമയുടെ വചനങ്ങൾ അന്വർത്ഥമാക്കുന്ന ഭാഷയുടെയും ജീവിതങ്ങളുടെയും സങ്കീർണമായ കെട്ടിപ്പിണച്ചിലുകളെ ഒന്നൊന്നായി ചുരുളഴിക്കുന്ന സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛൻ എന്ന നോവൽ ഏറെ വ്യത്യസ്തമാണ്. പുരാതന ലിപികൾ കണ്ടെത്തുകയും അതിൻ്റെ കെട്ടഴിക്കുകയും ചെയ്യുന്ന കേണൽ ഷൺമുഖം സന്താനത്തിൻ്റെ കൂടെ കൂടി ഗോപാൽ ബറുവ എന്ന തപോമയുടെ അച്ഛനും ഗൂഢഭാഷയിൽ പ്രാവീണ്യം നേടുകയും തൻ്റെ ജീവിതത്തിൽ ആരോടും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കാത്ത നിഗൂഢതകൾ ഒരു ലിപി സഞ്ചയത്തിലാക്കുകയും ആ ലിപി സഞ്ചയം ഉൾക്കൊള്ളുന്ന ഡയറി ആഖ്യാതാവിന് ലഭിക്കുകയും അതിലൂടെ ഗോപാൽ ബറുവ എന്ന നിഗൂഢമായ ജീവിതം ചുരുളഴിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ നോവലിൽ ഓരോരുത്തരും കേന്ദ്ര കഥാപാത്രങ്ങളാണ്. ഓരോ മനുഷ്യരും ഓരോ ലിപി സഞ്ചയങ്ങളാണല്ലോ. ചിൽഡ്രൻ ബിലോങ് ടു ഗോഡ്, ഡിഡ് യു സീ ഹിം ഫ്രം ദ ബോട്ട് എന്ന ലിഖിതത്തിന്റെ ചുരുളഴിക്കൽ നമ്മെ കൊണ്ടെത്തിക്കുന്നത് സങ്കീർണമായ അഭയാർത്ഥി ജീവിതത്തിലേക്കും ഗോപാൽ ബറുവയുടെ ജീവിതത്തിന്റെ ചുരുളഴിയാൻ വിസമ്മതിക്കുന്ന ലിപികളിലേക്കുമാണ്. ഭാഷയുടെയും ജീവിതങ്ങളുടെയും കെട്ടഴിക്കാനുള്ള ഒരു ശ്രമം നോവലിലുടനീളം കാണാം. എന്നാൽ സമുനയുടെ ജീവിതവും അതിൻ്റെ സങ്കീർണതകളും മനസ്സിലാക്കാനോ ചുരുളഴിക്കാനോ സാധിക്കാതെ ജീവിതകാലം മുഴുവൻ ആ ഗൂഢലിപികളിൽ കുടുങ്ങിക്കിടക്കാൻ വിധിക്കപ്പെട്ട ഒരു ജീവിതമായി തപോമയുടെ അച്ഛൻ്റെ യാത്ര. ശ്യാമൾദായുടെയും സമുനയുടെയും സ്നേഹത്തിൻ്റെ പൊരുളറിയാൻ പറ്റാതെ പോയി ഗോപാൽ ബറുവയ്ക്ക്. ഓരോ കെട്ടഴിക്കും തോറും വീണ്ടും വീണ്ടും മുറുകുന്ന മനുഷ്യ മനസ്സുകളുടെ, അവരുടെ സ്നേഹത്തിൻ്റെ പിടച്ചിലുകളുടെ ഒരു ലോകം തീർക്കുന്നുണ്ട് സന്തോഷ് കുമാർ. ഒരിക്കൽ അക്രമോത്സുകരായ മനുഷ്യരും മറ്റൊരിക്കൽ കോപാകുലയായ പ്രകൃതിയും ആട്ടിപ്പായിച്ച ഗോപാൽ ബറുവയുടെയും സമുനയുടെയും ശ്യാമൾദായുടെയും ഒക്കെ ചുരുളഴിയാത്ത ജീവിതം രഹസ്യങ്ങളായി, ലിപികളായി വായനയ്ക്ക് ശേഷവും നമ്മിൽ അവശേഷിക്കുന്നു. പുതിയ കാലത്ത് ഏതാനും കടലാസുകളാണ് മനുഷ്യരെ ജീവിപ്പിച്ചു നിർത്തുന്നത്. അവയെ മുറുകെ പിടിച്ചുകൊണ്ടാണ് മനുഷ്യൻ ശ്വസിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, യാത്ര ചെയ്യുന്നത്. ഈ കടലാസു തൊണ്ടുകൾ ഇടം നിശ്ചയിക്കുന്ന ലോകത്ത് രേഖകളില്ലാത്ത, പാർപ്പിടങ്ങളില്ലാത്ത പർവീണയെയും ജഹാനെയും പോലെ അഭയാർത്ഥികളാക്കപ്പെട്ട മറ്റൊരു കൂട്ടം മനുഷ്യർ വസിക്കുന്നുണ്ട് സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ ലോകത്ത്. മനുഷ്യർ നിർബന്ധമായും കാണേണ്ടുന്ന ചില ഇടങ്ങളുണ്ടെന്ന് ഞാൻ പറയും. ഒരു ജയിൽ, മെൻ്റൽ ഹോസ്പിറ്റൽ, പിന്നെ മാറാരോഗികളെ പരിചരിക്കുന്ന ഒരു വാർഡ്. എന്നാൽ ഇക്കാലത്ത് അതിൻ്റെ കൂടെ ചേർക്കേണ്ട ഒന്നുകൂടിയുണ്ട്: അഭയാർത്ഥി ക്യാമ്പുകൾ. ഓഖ്ലയിലെ അഭയാർത്ഥി ക്യാമ്പുകളും അതിൻ്റെ നേർക്കാഴ്ചകളും അവിടെ പുലർന്നു പോകുന്ന ജീവിതങ്ങളും ഗൂഢലിപികളെക്കാൾ ഗൂഢവും യാഥാർത്ഥ്യവുമാണ്. പലയിടങ്ങളിൽ നിന്ന് പല അവസ്ഥകളാൽ നാടുവിട്ട് ഓടേണ്ടി വന്ന ഒരു പറ്റം മനുഷ്യജന്മങ്ങൾ തപോമയി എന്ന ദൈവപുത്രൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി മാറുന്നു. സുന്ദർബൻ ദ്വീപിലേക്കും അവിടുന്ന് കൽക്കട്ടയിലേക്കും നാടുകടത്തപ്പെട്ട ഗോപാൽ ബറുവയിലൂടെ, അദ്ദേഹത്തിൻ്റെ ലിപികളിലൂടെ തപോമയി എന്ന ലിപിയും ചുരുളഴിയുന്നു. സന്താനത്തിൻ്റെ മകൾ വൈഗ, ഗിരിധർ റാവു എന്ന അഭയാർത്ഥികൾക്ക് മാത്രമായി ജീവിച്ച മനുഷ്യാത്മാവ്, ഗോപാൽ ബറുവയുടെ വിഷാദത്തിൻ്റെ കാരണം തേടി നടക്കുന്ന ഡോക്ടർ തപസ് സർക്കാർ, ജീവിക്കാൻ വേണ്ടി ഗോപാൽ ബറുവയുടെ വീട്ടിലെ ചെറിയ ചെറിയ സാധനങ്ങൾ മോഷ്ടിച്ചു വിൽക്കുന്ന രാജു, ജഗദാംബിക റാഥോർ, ഓരോരുത്തരും ഓരോ ഗൂഢലിപികളായി പ്രത്യക്ഷപ്പെടുന്നുണ്ട് നോവലിലുടനീളം. ഗൂഢലിപികളുടെ വായന പോലെ സങ്കീർണമാണ് മനുഷ്യ മനസ്സെന്ന ഗൂഢലിപിയുടെ വായന. 2 തരം ലിപികൾ വായിച്ചെടുക്കുന്ന പ്രക്രിയയായിരുന്നു സന്തോഷ് കുമാറിൻ്റെ നോവൽ. ഗോപാൽദാ എഴുതുന്ന എഴുത്ത് ലിപികളും ഗോപാൽ ബറുവ എന്ന ലിപിയും.